വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്ക്. പാവച്ചിക്കോ? അത് സന്തോഷമുണ്ടോ അതോ സങ്കടമാണോ? സന്തോഷമാണ്. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമോ? അതെന്താ? സങ്കടമുണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, എല്ലാം കൂടെ ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു വാച്ചിക്കും അതെ അവിയൽ പരുവത്തിലുള്ള ഒരു ഫീലിംഗ് ആണെന്ന് അല്ലേ? ഒരു ഫീലൊക്കെ ഉണ്ട്. മമ്മനെ പോലെയാണ് നല്ല കുട്ടി. അപ്പോൾ ഇന്ന് വാവച്ചിയുടെ ഫസ്റ്റ് ഡേ പിറന്നാളല്ല, വാവച്ചിനെ സ്കൂളിലോട്ട് കൊണ്ടുപോകണം. നമ്മൾ ഫസ്റ്റ് ഡേ ആണ് വാവച്ചിയുടെ സ്കൂളിൽ പോണ ദിവസമാണെന്ന്. കള്ളത്തരോ? ഞാൻ എന്ത് കള്ളത്തരം കാണിക്കണം? നിന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് വാവച്ചിനെ ഫസ്റ്റ് ഡേ നമ്മൾ സ്കൂളിലോട്ട് കൊണ്ടുപോവാണ്. പിന്നെ ഇന്ന് മുതൽ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കുറേ നാളിന് സ്കൂളിലോട്ട് പോകാം അല്ലേ? വാവച്ചിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട്? പറയേ, അത് മടിയാണോ? ഇഷ്ടമാണല്ലേ? പിന്നെ സ്കൂളിൽ ടീച്ചർമാരില്ലാണ്ട് പിന്നെ ആരാ ഉള്ളത്? ടീച്ചർമാരും സാറുമാരും കാണില്ലേ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്. പിന്നെ നീ എന്തിനാ സ്കൂളിൽ പോകുന്നത്? അങ്ങനെ പറയില്ല ഭാവച്ചി. ഓക്കെ, നമുക്ക് റെഡി ആകാം എന്നാ സ്കൂളിൽ പോകാനായിട്ട്. ഡ്രസ് മാത്രമേ ഇട്ടുള്ളൂ. മുടി ചീവണം, പൊട്ട് വെക്കണം, ഫുഡ് കഴിക്കണം, കൊറേ പരിപാടി ഉണ്ട്. എന്തൊക്കെയോ പറയുന്നു. സ്കൂളിൽ പോകുന്നതിന് മുന്നേ നമുക്ക് റെഡിയാകാം. റെഡിയാവും. അപ്പൊ നമ്മള് റെഡിയാകാൻ പോവാണ്. അമ്മയുടെ കൈക്ക് എന്താ കുഴപ്പം? ലേഡീസോ? ഓക്കെ, അപ്പൊ നമ്മൾ റെഡി ആയിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാനായിട്ട്. വാവച്ചി റെഡിയായി. വാവച്ചി ഫുഡ് കഴിക്കാൻ ഭയങ്കര ലേറ്റായി. ഒരു അരമണിക്കൂർ എടുത്ത് ഫുഡ് കഴിക്കാൻ. അതാണ് ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയത്. റെഡിയായാ? ഫുഡ് കഴിച്ചു വന്നിട്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? നന്നായിട്ട് പകുതി കഴിച്ചു. വാവച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ചും ഡിന്നറും എല്ലാം. എന്ത് പ്രാർത്ഥിച്ചു? വാവച്ചി പ്രാർത്ഥിച്ചു സ്കൂളിൽ പോകുന്നതിന് മുന്നേ. പിന്നെന്ത് ചെയ്തു? ഗ്രാൻഡ് പേരൻസിന്റെ ഫോൺ വിളിച്ചു പറഞ്ഞു സ്കൂളിൽ പോവാന്ന്. എല്ലാരോടും പറഞ്ഞ് ഇനി സ്കൂളിൽ പോയാ മതി അല്ലേ? പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മാത്രം മടിയാണ് അല്ലേ? അല്ല, സ്കൂളിൽ പോയിട്ട് ഇനി മുതൽ പഠിക്കാനുണ്ടാകുമല്ലോ വാവച്ചി. അപ്പൊ എന്ത് ചെയ്യും? അതിന് മാത്രം ആൻസർ ഇല്ല, ബാക്കിയൊക്കെ ആൻസർ ഉണ്ട് വാവച്ചിക്ക് അല്ലേ? വാവച്ചി പോയാലോ? നമുക്ക് പോവാം. ഇതാണ് വാവച്ചിയുടെ കോസ്റ്റ്യൂം സ്കൂളിൽ പോകുന്നതിന്റെ. തിരിഞ്ഞ പൊന്നെ. ഇതാണ് എന്റെ കോസ്റ്റ്യൂം. വാവച്ചി എങ്ങനെയുണ്ട്? കൊള്ളവാടാ? കൊള്ളവാ. പക്ഷെ എന്താ പ്രശ്നം അറിയാ? വാവച്ചിയുടെ മഞ്ഞ റെഡ് അല്ലേ? മഞ്ഞുണ്ടല്ലോ. വാവച്ചിയുടെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് ഇന്ന് 10:30 സ്കൂളിൽ എത്തിയാൽ മതി. അപ്പോഴാണ് പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു 10:25 ആയപ്പോഴത്തേക്കും സ്കൂളിൽ എത്തി കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാരണം മഴയില്ലായിരുന്നു, പിന്നെ അധികം വെയിലും ഇല്ലായിരുന്നു. വാവച്ചിയുടെ ഈ ഫ്രണ്ടിൻ്റെ പേരാണ് ഹർഷശ്രീ. അപ്പം വാവച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടെ വരാനുണ്ടേ, മിന്നു. അപ്പം മിന്നു വന്നിട്ട് വേണം
നമുക്കിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതുവരെ ഇവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. കാരണം അവരുടെ ലൈഫിലെ ആദ്യത്തെ സ്കൂളാണല്ലോ. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ മിന്നുവിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വാവച്ചി ഹർഷേനെയും മിന്നുവിനെയും അംഗൻവാടിയിൽ വെച്ചാട്ടോ പരിചയപ്പെട്ടത്. അങ്ങനെ ഇവർ മൂന്നുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടോ ഇപ്പോൾ. അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവം സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ നല്ല ഡാൻസും നല്ല സ്പീച്ചും പാട്ടും എല്ലാം ഉണ്ടായിരുന്നേ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ എൻ്റെ ലൈഫിൽ. കാരണം വാവച്ചിയുടെ ആദ്യത്തെ സ്കൂളാണല്ലോ. ഈ മിനിറ്റ്, അതായത് ഈ സമയം എനിക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷമാണോ, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോ, ഭയങ്കര ഇമോഷണലാണ് കേട്ടോ എനിക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എല്ലാ പേരൻസിനും അത് അറിയാമായിരിക്കും, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു മനസ്സമാധാനം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മിന്നുവും ഹർഷയും ഓൾറെഡി വാവച്ചിക്ക് അറിയാം. അപ്പം വാവച്ചിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. കാരണം ക്ലാസ്സിൽ കയറുമ്പം വാവച്ചിക്ക് അറിയാവുന്ന മുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വാവച്ച് ഇരിക്കും, കരയത്തില്ല എന്നൊരു തോന്നൽ എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് ഇത്തിരി മനസ്സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ദേ പ്രവേശനോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കഴിയാറായി. അങ്ങനെ ദേ നമ്മുടെ എല്ലാ പുതിയ പിള്ളേർക്കും അവരെ ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കുറച്ച് ലിസ്റ്റൊക്കെ വായിച്ചു. അതായത് കുട്ടികളുടെ പേര്, എ ഡിവിഷനും ബി ഡിവിഷനും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2 ഡിവിഷനുണ്ട്, എയും ബിയും. അപ്പോൾ വാവച്ചി എന്തായാലും എ ഡിവിഷനാണ്. പക്ഷേ വേറൊരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, വാവച്ചിയും മിന്നുവും ഹർഷയും എല്ലാവരും എ ഡിവിഷനാണ്. അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അവർ LKG എ ഡിവിഷനിൽ ചെന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി ടീച്ചറിനെ പരിചയപ്പെട്ടു. അപ്പോൾ ടീച്ചർക്ക് എല്ലാ പിള്ളേരെയും പരിചയമൊക്കെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഹർഷ ഒന്ന് കരഞ്ഞു ചെറുതായിട്ട്. ഇത് കണ്ട് വാവച്ചിയും കരഞ്ഞു. ഹർഷശ്രീ കരഞ്ഞുകൊണ്ട്, ഹർഷശ്രീ കരയുകയാണെങ്കിൽ വാവച്ചി കരയും, വാവച്ചി കരയുകയാണെങ്കിൽ ഹർഷശ്രീ കരയും, ഇവർ രണ്ടുപേരും കരയുകയാണെങ്കിൽ മിന്നും കരയും. അങ്ങനെ മിന്നു ഇതാ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇതാണ് മിന്നുവിൻ്റെ പപ്പ. അപ്പോൾ മിന്നുവിൻ്റെ പപ്പയുടെ തന്നെയാണ് മിന്നു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. നാളെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്, 9:30 to 3:30. അങ്ങനെ ദേ വാവച്ചി സ്കൂളിൽ പോവാണ് അല്ലേ വാവച്ചി? ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കും കേട്ടോ. ഓക്കെ ആണോ ഉച്ച? മേത്ത് വെള്ളമാകുവേ? ഉറപ്പാണോ? അമ്മ സ്കൂളിൽ വിട്ടിട്ട് വരും വാവച്ചീനെ. അപ്പോൾ വാവച്ചിയുടെ ഫ്രണ്ട്സൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്നാൽ അവർ പാർക്കിലൊക്കെ കളിക്കാൻ കൊണ്ടുപോകും. ഓക്കെ, ഹാപ്പിയാണോ? വാവച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ പോയി. അപ്പോൾ വാവച്ചി പോകത്തില്ലേ? പോയിട്ട് മമ്മ വരും. വൈകുന്നേരം സ്കൂൾ ബസ്സിൽ കയറി വരണം. ഷാദേട്ടൻ വരുമല്ലോ, അപ്പോൾ അവരുടെ കൂടെ കയറി വരണം. സ്കൂൾ ബസ്സിൽ കയറി വരണം. ഉറപ്പാണേ? ഞാൻ വിളിക്കാൻ വരില്ല വൈകുന്നേരം. സ്കൂൾ ബസ് വരുമോ? ഞാൻ നോക്കി നിൽക്കാം ഇവിടെ. സ്കൂൾ ബസ് വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കാം. ഓക്കെ ഓക്കെ, ഷൂന്ന് വരണം കേട്ടോ. പേടിയോ? എന്തിന്? സാർമാരും ടീച്ചർമാരും നല്ല ഫ്രണ്ട്ലി ആയിരിക്കും കേട്ടോ. പേടിക്കാനേ പാടില്ല. സ്കൂളിൽ നമ്മൾ പഠിക്കാനും കളിക്കാനൊക്കെ അല്ലേ പോകുന്നേ. പേടിക്കരുത് കേട്ടാ. സ്കൂളിൽ പോയി രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരാലോ അല്ലേ? ഹാപ്പി അല്ലേ? അതുകൊണ്ട് കളിക്കാലോ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ് കഴിക്കണം, സ്നാക്ക് ബോക്സ് എല്ലാം കഴിക്കണം കേട്ടോ. കഴിക്കണേ. അങ്ങനെ വാവച്ചിനെയും ഹർഷേനെയും കൊണ്ട് നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. മിന്നു സ്കൂൾ ബസ്സിലാണ് വരുന്നത്. അങ്ങനെ 3 പേരും സ്കൂളിലെത്തി. ആദ്യമായിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ഇവരുടെ 3 പേരുടെയും പോക്ക് കണ്ടിട്ട്. പക്ഷേ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താകുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വാവച്ചിനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ 20 മിനിറ്റിന് മുന്നേ വന്ന് ഉള്ളൂ. വാവച്ചി ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയി വിട്ടപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രിയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ
നാളെ രാവിലെ എണീറ്റ് പോകുമ്പോൾ ഓക്കെ ആകുമോ, പിന്നെ പോകാൻ നേരത്തെ സ്കൂളിൽ പോകണം എന്നൊക്കെ പറയും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കരയും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം രാവിലെ എണീറ്റ് റെഡിയൊക്കെ ആയി നമ്മൾ പോയി. അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു വാപ്പച്ചിയോട് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു സ്കൂളിലൊക്കെ പോയി കഴിയുവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് കിട്ടും, പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരാമല്ലോ വീട്ടിൽ, അങ്ങനെ പറഞ്ഞു. പിന്നെ അവിടെ പോയി കഴിഞ്ഞ് പാർക്കിൽ കൊണ്ടുപോകും, അവിടെ കുഞ്ഞ് പാർക്കൊക്കെ ഉണ്ടാവില്ല സ്കൂളിൽ, അപ്പോൾ അവിടെ കൊണ്ടുപോകും കളിക്കാൻ. പേരൻസ് ഉണ്ടെങ്കിൽ പാർക്കിൽ കൊണ്ടുപോകത്തില്ല, അങ്ങനെ ഒക്കെ പറഞ്ഞ് ആണ് നമ്മൾ വിട്ടത്. അപ്പം അവിടെ എത്തിക്കഴിയുമ്പോൾ വാവച്ചി എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, വാവച്ചി അവിടെ ബാഗ് ഇട്ടുകൊണ്ട് പോയി. ഞാൻ പോലും ഞാൻ പറഞ്ഞു ഞാൻ ബാഗ് കുടിക്കുന്നത്, പക്ഷെ ബാഗ് എനിക്ക് തന്നില്ല കേട്ടോ. അപ്പോൾ ബാഗ് ഇട്ടിട്ടൊക്കെയാണ് പോയത്. എന്നിട്ട് അവിടെ എത്തി ക്ലാസ് റൂം എത്തിയപ്പം വാവച്ചി ഞാൻ ഇതാണ് ക്ലാസ് റൂം എന്നാണ് കയറ്റി വിട്ട്. തന്നെ ടീച്ചർ വന്ന് ബാഗ് എടുത്ത് വാങ്ങിച്ച് വെച്ച് വാവച്ചി കയറി അങ്ങ് പോയി. കുഴപ്പമൊന്നുമില്ല, ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ ഓൾറെഡി അംഗൻവാടി പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെയൊക്കെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയല്ലോ, അപ്പോൾ ആ ഫ്രണ്ട്സെ തന്നെയാണ് ഇപ്രാവശ്യത്തെ ക്ലാസ് റൂമിലും കിട്ടിയേക്കുന്നത് കുറച്ച് പേര്. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ കണ്ടു. അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ നോക്കിയൊക്കെ ഇരുന്ന് സെറ്റപ്പായി വാവച്ചി. അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു ഞാൻ പോവാണ്, വൈകുന്നേരം വരുമ്പോൾ സ്കൂൾ ബസ്സിൽ വരണം, ഞാൻ വിളിക്കാനൊന്നും വരത്തില്ല, ബസ്സിൽ വന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പം കുഴപ്പമൊന്നുമില്ല, അവളിവിടെ എല്ലാവരോടും ഇങ്ങനെ മിങ്കിളൊക്കെ ആണെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമാധാനത്തിൽ ഞാൻ വന്നു. ഇനി 4:30 ആകുമ്പോഴേ വാവച്ചി വീട്ടിലെത്തുള്ളൂ. അങ്ങനെ വാവച്ചി സ്കൂളിൽ നിന്നൊക്കെ വന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. നാളെ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, സ്കൂൾ ബസ്സിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വാവച്ചി അവിടെ ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു സ്കൂളിൽ വെച്ച്. എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ പേരൻസ് വിളിക്കാൻ പറ്റില്ലോ, എല്ലാവരും അല്ല കുറച്ച് പേരെയൊക്കെ. അപ്പം വാവച്ചി മമ്മ വന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു എന്ന്. പക്ഷേ വാവച്ചി കരഞ്ഞപ്പോൾ വാവച്ചിയുടെ ഫ്രണ്ടും കരഞ്ഞു എന്ന്. അങ്ങനെയാണ് ഞാൻ കേട്ടത്, വാവച്ചി എന്നെ പറഞ്ഞാണേ. പിന്നെ വാവച്ചിയുടെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പം വാവച്ചിയുടെ ഫ്രണ്ടും അങ്ങനെ പറഞ്ഞു, വാവച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. എന്തൊക്കെ പറഞ്ഞു കളിപ്പിച്ചാ? നാളെ പാക്കി കൊണ്ടുപോകോ നിങ്ങൾക്ക് കളിക്കാൻ? ടീച്ചറിനൊക്കെ ഇഷ്ടപ്പെട്ടാ? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഫുഡ് കഴിച്ചെങ്കിലും ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് ഇവിടെ കഴിക്കുന്നതാണ് ഇഷ്ടം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന് കളിക്കുന്നതാണ് ഇഷ്ടം? ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ വാവച്ചി, ഇന്നലെ വാവച്ചി കരഞ്ഞോ സ്കൂളിൽ പോയിട്ട്? എന്തിനാ കരഞ്ഞേ? അതുകൊണ്ടാണ്. അത് സ്കൂൾ ബസ്സിൽ വന്നില്ലേ? നീ സ്കൂൾ ബസ്സിലല്ലേ വരുന്നു പറഞ്ഞു, അതുകൊണ്ടല്ലേ? അപ്പൊ ഇപ്പൊ രാവിലെ സ്കൂൾ ബസ്സിലല്ലേ പോകുന്നത്? To the city streets, we began to feel the fire.